Buyback of shares. In this video, we are going to discuss about buyback of shares. So, എന്താണ് buyback? Buyback എന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ് അർത്ഥം. സോ ബൈബാക്ക് ഓഫ് ഷെയർസ് ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഷെയർസ് തിരിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓൺ ഷെയർസ് തന്നെ, നമ്മളുടെ സ്വന്തം ഷെയർസ് തന്നെ മാർക്കറ്റിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്സിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. സോ എന്താണ് ബൈബാക്ക്? എന്തിനാണ് നമ്മൾ അങ്ങനെ തിരിച്ചു വാങ്ങിക്കുന്നത്? വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദിസ് പർച്ചേസ്? പിന്നെ അതുപോലെ അതിന് എന്തൊക്കെ കണ്ടീഷൻസാണ് ഫോളോ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരിച്ചു വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് മീനിങ്ങിൽ തുടങ്ങാം. ബൈബാക്ക് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് the company buy back its own shares from the existing shareholders, usually at a price higher than market price. മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു കൂടിയ വിലയിലായിരിക്കും സാധാരണ ഇപ്പോഴുള്ള നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്ന് നമ്മളുടെ തന്നെ ഷെയർസ് തിരിച്ചു വാങ്ങിക്കുന്നത്. സോ വെൻ ദ കമ്പനി ബൈ ബാക്ക് ദ ഷെയർസ്, ദ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ മാർക്കറ്റ് റെഡ്യൂസസ് ഓർ ഫോൾ. അതായത് നമ്മളുടെ ഷെയർസിനെ തിരിച്ചു വാങ്ങിക്കുമ്പോൾ എന്താണ് അവസ്ഥ? നമ്മളുടെ കമ്പനിയുടെ ഷെയർസിൻ്റെ എണ്ണം എത്രയാണോ ബാലൻസ് ഉള്ളത് അത് കുറയുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ 10 ലക്ഷം ഷെയർസ് ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷം നമ്മൾ തിരിച്ചു വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ 5 ലക്ഷമായിരിക്കും പിന്നീട് നമ്മളുടെ ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആവുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഓപ്ഷൻ അവൈലബിൾ ടു ഷെയർ ഹോൾഡർ ടു എക്സിറ്റ് ഫ്രം ദ കമ്പനി ബിസിനസ്. ഈ ഒരു ബൈബാക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് കമ്പനി ചെയ്യുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർക്കൊരു അവസരമാണ്. അവർക്കിപ്പോൾ സപ്പോസ് ഷെയർ ഹോൾഡേഴ്സിന് എക്സിറ്റ് ചെയ്യണം, ഈ ഒരു കമ്പനിയുടെ ഷെയർസ് വിൽക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഈ ബൈബാക്ക് വളരെ ഉപകാരപ്പെടും. കാരണം മാർക്കറ്റിലുള്ള വിലയേക്കാളും കൂടിയ വിലയിലായിരിക്കും കമ്പനിയുടെ ഷെയർസിനെ തിരിച്ചു വാങ്ങിക്കുക. ഓക്കെ, സോ ഇറ്റ് ഇസ് ഗിവൺ എൻ ഓപ്ഷൻ ടു ദ ഷെയർ ഹോൾഡർ ടു എക്സിറ്റ് ഫ്രം ദ കമ്പനി ബിസിനസ്. ഓക്കെ, so this buyback of shares എന്ന് പറയുന്ന പ്രോസസ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ സെക്ഷൻ 6(8) of the Companies Act 2013. Okay, that's about buyback of shares. Next, we are going to discuss about the reasons of buyback. എന്താണ് ബൈബാക്ക് ചെയ്യാനുള്ള കാരണം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? ഒന്നാമത്തെ റീസൺ പറയുന്നത് ടു ഇംപ്രൂവ് ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. സോ എന്താണ് ഈ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഏർണിംഗ് പെർ ഷെയർ EPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എത്രയാണോ ഇക്വിറ്റി ഷെയർസ് ഉള്ളത് അല്ലെങ്കിൽ ഷെയർസ് ഉള്ളത് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ, പ്രോഫിറ്റിന് ഈ ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളുടെ കമ്പനിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, നമ്മളുടെ കമ്പനിക്ക് 1 lakh പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ 1 lakh പ്രോഫിറ്റ് ഉള്ളൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ 10,000 ഷെയർസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10,000 ഷെയർസാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനും കിട്ടുന്ന ഏർണിംഗ് എന്ന് പറയുന്നത്, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? ₹10 റുപ്പീസാണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം നമ്മളുടെ കമ്പനിയിൽ ഈ പ്രോഫിറ്റ് ഇത് തന്നെയാണ്, 1 lakh തന്നെയാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ 10,000 ഷെയർസിൽ നിന്നും കമ്പനി എന്ത് ചെയ്തു? കുറച്ച് ഷെയർസ് ബൈ ബാക്ക് ചെയ്തു, കുറച്ച് ഷെയർസ് തിരിച്ചെടുത്തു. ഇപ്പോൾ സപ്പോസ് 50% ഷെയർസ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി 5,000 ഷെയർസാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുക. സോ ഈ 5,000 ഷെയർസ് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും അപ്പോൾ ഇക്വിറ്റി ഉണ്ടാവുക? EPS ഉണ്ടാവുക? EPS ഉണ്ടാവുക ₹20. ഓക്കെ, സോ ആദ്യത്തെ കേസിൽ 10 രൂപ EPS 10 ഉണ്ടായിരുന്നത് ഇപ്പം എന്തായി? 20 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ EPS ഇൻക്രീസ് ചെയ്യാൻ, EPS എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ എത്രയുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പല ഇൻവെസ്റ്റേഴ്സും ഡിസൈഡ് ചെയ്യുന്നത്. സോ ഏർണിംഗ് പെർ ഷെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? ബൈബാക്കാണ്. നമ്മളുടെ തന്നെ ഷെയർസ് നമ്മൾ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത് അതിനുള്ളൊരു വഴിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ടു യൂസ് ഐഡിയൽ ക്യാഷ്.
ഐഡിയൽ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാഷ് യൂസ് ചെയ്യുക, അതായത് ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ തന്നെ ഷെയർസ് മാർക്കറ്റിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുമ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മളുടെ ഫണ്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം നമ്മളുടെ ഷെയർസ് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നു, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, നമ്മുടെ കയ്യിൽ എക്സസ് ക്യാഷ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ആ ക്യാഷ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ടു ഗിവ് കോൺഫിഡൻസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഫോളിംഗ് പ്രൈസ്. സപ്പോസ് നമ്മളുടെ ഷെയർസിൻ്റെ പ്രൈസ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണെന്ന് വിചാരിക്കുക. ഷെയർ പ്രൈസ് വളരെ കുറവാണ്, മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ബൈബാക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ബൈബാക്ക് എപ്പോഴും ഹൈ റേറ്റിലായിരിക്കും, അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടിയ വിലയിലായിരിക്കും അത് വാങ്ങിക്കുക. അപ്പോൾ ആ സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, അതായത് അവർക്ക് നഷ്ടം വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബൈബാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then to increase the promoters' shareholding to reduce the chances of takeover. ഓക്കെ, ഈ ബൈബാക്കിനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ പിന്നെ എന്താ പറയുക, ടു ഇൻക്രീസ് ദ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ്, പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് കൂട്ടുക, ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ടേക്ക് ഓവർ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, അതിപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. സപ്പോസ് നമ്മളിപ്പോൾ 60% ആണ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനി പിന്നെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള, കമ്പനി മീൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആൾക്കാരെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ സാധാരണഗതിയിൽ പ്രൊമോട്ടേഴ്സിനാണ് നമ്മൾ കൂടുതൽ ഷെയർസ് കൊടുക്കുക, ബാക്കി വരുന്ന 40% ഒക്കെ ആണ് മാത്രമേ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുള്ളൂ. സോ ഈ എക്സാമ്പിളിൽ നമ്മൾ 60% പ്രൊമോട്ടേഴ്സിന് ഇഷ്യൂ ചെയ്തു, 40% ആണ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കുക, അപ്പോൾ 60:40 ഇതാണ് ഇവരുടെ റേഷ്യോ, അതായത് 6:4, ദാറ്റ് മീൻസ് 3:2 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷനിലാണ് പ്രൊമോട്ടേഴ്സും മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള പ്രൊപ്പോർഷൻ. അതായത് പ്രൊമോട്ടേഴ്സിനുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് അവരും ഓണേഴ്സാണ്, മറ്റുള്ളവരും ഓണേഴ്സാണ്. അത് ഈ ഓണേഴ്സിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്, കാരണം അവരുടെ ഷെയർ ഹോൾഡിംഗ് റേറ്റ് കൂടുതലാണ്. ഓക്കെ, സപ്പോസ് ബൈബാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 60% അത് അങ്ങനെ തന്നെ ഉണ്ടാവും. മറിച്ച് ഈ 40% ഷെയർസ് ഉള്ളവരിൽ നിന്നുമാണ് ബൈബാക്ക് എടുക്കുന്നത് എങ്കിൽ, സപ്പോസ് ഇപ്പോൾ 10 കുറഞ്ഞു അല്ലെങ്കിൽ 10% കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും, 30% ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അല്ലെങ്കിൽ 20% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 20%, അതായത് പകുതി നമ്മൾ ബൈബാക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 20. സോ 60:20 എന്നുള്ളൊരു പ്രൊപ്പോർഷനിലാകും, 60:20 എന്നുള്ള പ്രൊപ്പോർഷനിലാകും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6:2. ഓക്കെ, സോ 1:, സോറി 60%, അതേപോലെ തന്നെ 20%. സോ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ 40% ആണ് ഉണ്ടായിരുന്നത്, ആ സ്ഥാനത്ത് 20% ആയി. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ടോട്ടൽ 80%, അപ്പോൾ നമ്മളുടെ ഷെയർസ് ഉള്ളൂ, ബാക്കി 20% എന്ത് ചെയ്തു, കമ്പനി തന്നെ തിരിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് വെച്ച് തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 60:20% ആകുമ്പോൾ 3:1 എന്നുള്ള പ്രൊപ്പോർഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ 3:1 എന്നുള്ള പ്രൊപ്പോർഷനിലായിരിക്കും പിന്നീട് എന്ത് വരുന്നത്, പ്രൊമോട്ടേഴ്സിൻ്റെ പിന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവുക. അപ്പോൾ 3:2 ഉണ്ടായിരുന്ന സ്ഥാനത്ത്, അതായത് 2 ഇവർക്ക് മറ്റുള്ള ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരുന്നു, ആ സ്ഥാനത്ത് 3 ആയിരുന്നപ്പോൾ ഇപ്പോൾ 1 മാത്രം ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന്, അപ്പോഴും 3 തന്നെയാണ് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സിന് എന്തായിരിക്കാം, കൂടുതലായിട്ട് ഡിസിഷൻ എടുക്കാനുള്ളൊരു പവർ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ടേക്ക് ഓവറുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ്, ടു ഇംപ്രൂവ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ, അതായത് EPS ഇപ്പോൾ അത് കൂടി എന്ന് പറഞ്ഞു, അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൈബാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു റീസൺ ആണ്. ദെൻ ടു റിട്ടേൺ ദ സർപ്ലസ് ക്യാഷ് ടു ഷെയർ ഹോൾഡേഴ്സ്. നമ്മളുടെ കയ്യിലുള്ള സർപ്ലസ് ക്യാഷ്, കമ്പനിയുടെ കയ്യിലുള്ള സർപ്ലസ് ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കാനുള്ളൊരു അവസരമാണ് ഈ ബൈബാക്ക് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ റീസൺസ് ഓഫ് ബൈബാക്ക്. ദ നെക്സ്റ്റ് പോയിൻറ്റ്, സോഴ്സസ് ഓഫ് ബൈബാക്ക്. എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ബൈബാക്ക് ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്? ഒരു കമ്പനി ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കയ്യിൽ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്യാഷ് വേണം.
ഫണ്ട് വേണം. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂട്ടിലൈസ് ചെയ്യുക? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടും ക്യാപിറ്റൽ ബജറ്റിംഗ് ആയിട്ടും, അതായത് ലോങ് ടേം ക്യാപിറ്റലും ഒക്കെ കമ്പനിക്ക് ആവശ്യമായിട്ട് വരും. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫണ്ട് ആവശ്യമാണ്. പക്ഷേ സപ്പോസ് നമ്മളുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ബാക്ക് ചെയ്യുന്നു. നമ്മളുടെ കമ്പനിയുടെ ഷെയർസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അത് തിരിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്നുമാണ് ഈ ബൈ ബാക്ക് ചെയ്യുന്നത്, എവിടുന്നൊക്കെ ഏതൊക്കെ ഫണ്ട് നമുക്ക് ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. A company can purchase its own shares and other specified securities out of, ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ്സ് ഫ്രീ റിസർവ്. സപ്പോസ് കമ്പനിയുടെ റിസർവ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു, ബാക്കി ഒരു ഭാഗം നമ്മൾ കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ഈ റിസർവ് നമ്മൾ പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീ റിസർവിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ബൈ ബാക്ക് ചെയ്യാം. അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഒരു ഷെയർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസ് ക്യാഷ് കിട്ടും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷെയർ പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക. ഈ ഷെയർ പ്രീമിയം അക്കൗണ്ടിലുണ്ടാകുന്ന ബാലൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൈ ബാക്ക് ചെയ്യാം. ഇനി വേറൊരു വഴിയുള്ളത് ദ പ്രൊസീഡ്സ് ഓഫ് ദ ഇഷ്യൂ ഓഫ് എനി ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഏതെങ്കിലും ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, അതായത് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനുള്ള ഫണ്ട് സ്വരൂപിക്കാം. പക്ഷേ അവിടെ പറയുന്നൊരു കണ്ടീഷൻ ഇതാണ്: buyback of any kind of shares or other specified securities cannot be made out of the proceeds of earlier issue of the same kind of shares or same kind of other specified securities. Suppose നമ്മളിപ്പോൾ ബൈബാക്ക് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ, ഇക്വിറ്റി ഷെയർസിന് പല കാറ്റഗറി ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർസ് പല കാറ്റഗറി ഉണ്ടാവും. സോ ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ ബൈബാക്ക് തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഇത് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണെങ്കിൽ, ആ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് ഇതേ കാറ്റഗറിയിലുള്ള ഷെയർസ് ആവാൻ പാടില്ല. മറിച്ച് എന്താവാം? ഒരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർസാണ് ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതേ കാറ്റഗറിയിലുള്ള ഷെയർസ് അല്ലെങ്കിൽ അതേ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. മറിച്ച് വേറെ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ആയിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് സാധാരണ ബൈബാക്ക് ചെയ്യുക. ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇക്വിറ്റി ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, ഫർദർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ പ്രിഫറൻസ് ഷെയർസ് തന്നെ പല കാറ്റഗറിയിലുണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ ബോണ്ട്സോ ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ബൈബാക്ക്. നമ്മൾ ബൈബാക്ക് ചെയ്യാനുള്ള മെയിൻ സോഴ്സസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്. മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനീസ് ആക്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു, ആസ് പെർ ദ സെക്ഷൻ 68 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 കണ്ടീഷൻസ്, അതായത് സെക്ഷൻ 68ലാണ് ഈ ബൈബാക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ്: ഒന്ന്, ആർട്ടിക്കിൾസ് മസ്റ്റ് ഓതറൈസ് otherwise amend the article by passing special resolution in general meeting. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഈ ബൈബാക്ക് നടത്തുന്ന പ്രോസസ്സിനെ കുറിച്ച്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഇതിലുള്ള ഈ ആർട്ടിക്കിൾ അമെൻഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ പ്രത്യേകം ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. The next, for buyback we need to pass special resolution in the general meeting. ജനറൽ മീറ്റിങ്ങിൽ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ബൈബാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടാവണം. അതുകൂടാതെ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ബട്ട് if the buyback is up to 10%, then a resolution at the board meeting need to be passed. പക്ഷേ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് ഒരു 10% അതിന് താഴെയോ ഉള്ള ഷെയർസ് മാത്രമേ ബൈബാക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതിയാകും.
Then maximum number of shares that can be brought back in a financial year is 25% of its paid up share capital. ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണോ ആ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 25% മാത്രമായിരിക്കണം, അല്ലെങ്കിൽ 25% ആണ് മാക്സിമം എമൗണ്ട്, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ബ്രോഡ് ബാക്ക്. ഓക്കെ, then next, maximum amount of shares that can be brought back in a financial year is 25% of paid up share capital and free reserves, where paid up share capital includes equity share capital and preference share capital, free reserves including share premium etc. സപ്പോസ് നമ്മളുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം അക്കൗണ്ടും അതേപോലെ ഫ്രീ റിസർവുകളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ 25% കൂടാൻ പാടില്ല, അതായിരിക്കണം മാക്സിമം എമൗണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, പോസ്റ്റ് ബൈബാക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കനോട്ട് എക്സീഡ് 2:1. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 എന്നുള്ളതിനേക്കാളും കൂടാൻ പാടില്ല. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, സപ്പോസ് നമ്മളുടെ കമ്പനിയിൽ ഡെറ്റ് എന്ന് പറയുന്നത് 40 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഡെറ്റ് എന്ന് പറയുന്നത് 40 ലക്ഷം, ഇക്വിറ്റി എന്ന് പറയുന്നത് 40 ലക്ഷം ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്നത് 4:4, അതായത് 1:1 ആയിരിക്കും. ഓക്കെ, ബട്ട് നമ്മൾ ബൈബാക്ക് ചെയ്തപ്പോൾ ഡെറ്റ് അങ്ങനെ തന്നെ ഉണ്ട്, അതായത് ഡെറ്റ് നമ്മൾ ബൈബാക്ക് ചെയ്യില്ല, ഡെറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. അതേസമയം ഇക്വിറ്റി നമ്മൾ പകുതി ബൈബാക്ക് ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 20 ലാക്ക് ആയിരിക്കും ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയായിരിക്കും? 4:2, അതായത് 2:1. ഓക്കെ, അതും റീസണബിൾ ആണ്, കുഴപ്പമില്ല, കാരണം 2:1 ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ബൈബാക്ക് ചെയ്തിട്ടുള്ളത് ഒരു 25 ലാക്ക് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 40 ലാക്ക് ആയിരിക്കും ഡെറ്റ് ഉണ്ടാവുക. ഇക്വിറ്റി എന്ന് പറയുന്നത് 25 ലാക്ക് കുറച്ചാൽ ബാക്കി 15 ലാക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 15 ലാക്ക് ഇക്വിറ്റി വരുമ്പോൾ നമ്മളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 4:1.5, അതായത് 2:0.75 വരുന്നുള്ളൂ. അപ്പോൾ അത് 2:1 താഴെയാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ എത്ര ശതമാനമാണ് ബൈബാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കൂടെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പോയിന്റും പറഞ്ഞു. ലാസ്റ്റ് പോയിന്റ്, ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ക്യാൻ ബി ബ്രോഡ് ബാക്ക് ഇൻ ദ ഫിനാൻഷ്യൽ ഇയറിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പോയിന്റ്, the notice of the meeting for which the special resolution is proposed to be passed shall be accompanied by an explanatory statement stating, അതായത് നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും എന്ന് പറഞ്ഞു, 10% മുകളിലാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്, നെസസിറ്റി ഓഫ് ബൈബാക്ക്, എന്താണ് ബൈബാക്ക് ചെയ്യാനുള്ള റീസൺ എന്താണ്, ക്ലാസസ് ഓഫ് ഷെയർസ് intended to be brought back, amount invested under buyback, അതുപോലെ ടൈം ലിമിറ്റ്, ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ കമ്പനി മസ്റ്റ് മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് ബൈബാക്ക് ഇൻ ഫോം SH10, ഈ ഇത് പ്രകാരമുള്ള ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, എ കമ്പനി ഷുഡ് എക്സ്റ്റിംഗ്വിഷ് ആൻഡ് ഫിസിക്കലി ഡിസ്ട്രോയ് ദ ഷെയർസ് ബ്രോഡ് ബാക്ക് വിതിൻ 7 days ഓഫ് കംപ്ലീഷൻ ഓഫ് ബൈബാക്ക്. ബൈബാക്ക് തുടങ്ങി ബൈബാക്ക് കഴിഞ്ഞ് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു വാങ്ങിയിട്ടുള്ള ഷെയർസ് നമ്മൾ ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്യണം. അതൊരു റൂളാണ്, അത് കമ്പനീസ് ആക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ്, ഒബ്സർവ് 6 months കൂളിംഗ് പീരീഡ്, അതായത് നമ്മൾ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 6 മാസത്തേക്ക് നമ്മൾ നോ ഫ്രഷ് ഇഷ്യൂ, ഷെയർസ് പിന്നീട് ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ്, നോ ഓഫർ ഓഫ് ബൈബാക്ക് ഷുഡ് ബി മെയ്ഡ് ബൈ ദ കമ്പനി വിതിൻ എ പീരീഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ക്ലോഷർ ഓഫ് പ്രീസീഡിംഗ് ഓഫർ ഓഫ് ബൈബാക്ക്. നമ്മളൊരു ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ വർഷത്തിൽ തന്നെ നമ്മൾ വേറൊരു ബൈബാക്ക് നടത്താൻ പാടില്ല, 1 വർഷം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. Then the buyback should be completed within a period of 1 year from the date of passing of special resolution or board resolution as the case may be. നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ബൈബാക്ക് നടത്തുന്നത്. സോ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ ബൈബാക്ക് നടത്തിയിട്ടുണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ബൈബാക്കിൻ്റെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ദ നെക്സ്റ്റ് പോയിന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക്. എന്തൊക്കെയാണ് ഈ ബൈബാക്ക് നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ?
നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കമ്പനി വിത്ത് ക്യാപിറ്റൽ വിച്ച് കനോട്ട് ബി പ്രോഫിറ്റബിളി എംപ്ലോയിഡ് മേ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് ബൈ റിസോർട്ടിംഗ് ടു ബൈ ബാക്ക് ആൻഡ് റീസ്ട്രക്ചർ ഇറ്റ്സ് ക്യാപിറ്റൽ. സപ്പോസ് നമ്മളുടെ ക്യാപിറ്റൽ വളരെ കൂടുതലാണ്, നമുക്ക് ആവശ്യമുള്ള നമ്മൾ ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട് ക്യാപിറ്റൽ നമ്മളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രോഫിറ്റബിളി എംപ്ലോയ് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ബൈബാക്ക് എന്നുള്ളത്. അതുപോലെ ഫ്രീ റിസർവ് വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഡിവിഡൻഡ് എൻഹാൻസ് ദ വാല്യൂ ഓഫ് ദി കമ്പനി ഓഫ് ഷെയർസ്. നമ്മൾ പറഞ്ഞു EPS കൂടും എന്നുള്ളത്. ഇംപ്രൂവ് EPS കൂടുന്നത് നല്ലൊരു സിമ്പിളാണ്. സോ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ഫ്രീ റിസർവിലുള്ള സാധനങ്ങൾ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ EPS ഇൻക്രീസ് ചെയ്യും. Then surplus cash may be utilized by the company for buyback and avoid the payment of dividend tax. നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിരുന്നെങ്കിൽ ഡിവിഡൻഡ് ടാക്സും കൊടുക്കണം. സോ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. Then buyback may be used as a weapon to frustrate any hostile takeover of the company by undesirable person. അതായത് നമ്മൾക്ക് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ നമ്മളുടെ കമ്പനികൾ പിന്നെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. സോ അതൊക്കെ ഒഴിവാക്കാൻ അൺഡിസൈറബിൾ ആയിട്ടുള്ള പേഴ്സൺസ് നമ്മളുടെ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നത് ഒഴിവാക്കാൻ ഈ ബൈബാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക്. ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്, മോഡ് ഓഫ് ബൈബാക്ക്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ബൈബാക്ക് ചെയ്യാം? സോ എ കമ്പനി മേ ബൈബാക്ക് ഇറ്റ്സ് ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. നമുക്ക് ഏതെങ്കിലും ഈ പറയുന്ന മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ഒന്ന്, ടെൻഡർ ഓഫർ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ടെൻഡർ ഓഫർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഓഫർ കൊടുക്കുക, അതായത് നമ്മളുടെ ഇത്ര രൂപയ്ക്ക് നമ്മൾ ഇന്ന ദിവസം നമ്മുടെ കമ്പനിയുടെ ഷെയർസ് റിട്ടേൺ ബാക്ക് ചെയ്യുന്നുണ്ട്, ഇത്ര രൂപയാണ്, ഇപ്പോൾ 100 രൂപീസിന് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഓഫർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടെൻഡർ ഓഫർ എന്ന് പറയുന്നത്. സോ ഈ ടെൻഡർ ഓഫർ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, സോ എന്താണ് ഈ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, escrow account means an account in which money is held until a specified duty is performed. That is till the consideration for buyback of shares is paid to the shareholders. നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം? കൺസിഡറേഷൻ കൊടുക്കണം അല്ലേ? എമൗണ്ട് കൊടുക്കണം. സോ ആ എമൗണ്ട് കൊടുത്ത് തീരുന്നത് വരെ നമ്മൾ ഈ ഒരു അക്കൗണ്ട്, എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് എസ്ക്രോ അക്കൗണ്ട്. സോ ആ എസ്ക്രോ അക്കൗണ്ടിൽ പറയുന്നുണ്ട്, ദ കമ്പനി ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു, എസ്ക്രോ അക്കൗണ്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, ഇഫ് ദ കൺസിഡറേഷൻ പേയബിൾ ഡസ് നോട്ട് എക്സീഡ് 100 crores, 25% ഓഫ് കൺസിഡറേഷൻ. സപ്പോസ് നമ്മൾക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ 1 lakh ഷെയർസാണ് ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 lakhന് എത്ര 100 rupees വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 crores വരും. അപ്പോൾ 1 crore വരും. അപ്പോൾ ആ പിന്നെ 100 crores താഴെയാണ് നമ്മളുടെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ 100 crores-ൻ്റെ 25% ആണ്. അതായത് എത്രയാണോ എമൗണ്ട്, ഇപ്പോൾ 80 crores ആണെന്നുണ്ടെങ്കിൽ ആ 80 crores-ൻ്റെ 25% ആണ് നമ്മൾ എസ്ക്രോ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സപ്പോസ് ഇഫ് ദ കൺസിഡറേഷൻ പേയബിൾ എക്സീഡ്സ് 100 crores, നമ്മൾ 100 crores കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 100 crores വരെ 25% വരെയും 100 crores-ന് മുകളിൽ എത്രയാണോ ഉള്ളത്, ഇപ്പോൾ സപ്പോസ് 150 crores ആണ് അല്ലെങ്കിൽ 140 crores ആണെങ്കിൽ 100 crores-ൻ്റെ 25%-ഉം അതുപോലെ ബാക്കി 40 crores-ൻ്റെ 10%-ഉം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എസ്ക്രോ അക്കൗണ്ട്, ഇത് കൂട്ടിയാൽ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ എസ്ക്രോ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ അതാണ് എസ്ക്രോ അക്കൗണ്ട്. സോ ടെൻഡർ ഓഫർ വഴി നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ദ നെക്സ്റ്റ് മെത്തേഡ്, ഓപ്പൺ മാർക്കറ്റ് ഷെയർ ബൈബാക്ക് മെത്തേഡ്. സോ ഓപ്പൺ മാർക്കറ്റ് ബൈബാക്ക് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 2 മെത്തേഡ് ഫോളോ ചെയ്യാം. ഒന്ന് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സും മറ്റേത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് ബുക്ക് ബിൽഡിംഗ് എന്നുള്ളത്. നമ്മളുടെ കമ്പനിയുടെ ഷെയർസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കമ്പനി ഒരു തേർഡ് പാർട്ടിയെ, അതായത് ഒരു മെർച്ചൻറ്റ് ബാങ്കറെ ഏൽപ്പിക്കും. ആ മെർച്ചൻറ്റ് ബാങ്കർ എന്ത് ചെയ്യും? നമ്മളുടെ കമ്പനിക്ക് പറ്റിയ ഒരു വില ഫിക്സ് ചെയ്യും, ഒരു റേഞ്ച് ഫിക്സ് ചെയ്യും. ആ റേഞ്ച്
റേഞ്ചിൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതാണോ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത്, ഏത് പ്രൈസിനാണോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ഓഫ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ തന്നെ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാതെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്ക് അതിൽ നിന്നും ഒരു സെലക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. ബ്രോക്കേഴ്സ് വഴിയാണ് ട്രാൻസാക്ഷൻസ് നടത്തുക. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബൈബാക്ക് നടത്താം. അതും അല്ലെങ്കിൽ നമുക്ക് ഓഡ് ലോട്ട് മെത്തേഡ് വഴി ബൈബാക്ക് നടത്താം. സോ എന്താണ് ഈ ഓഡ് ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 100ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ ചെറിയ എമൗണ്ടിന് ഷെയർസ് വാങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 50 ഷെയർസ് അല്ലെങ്കിൽ 25 ഷെയർസൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയർസൊക്കെ ബൈബാക്ക് ചെയ്യാം. ചെറിയ ഷെയർസ്, എന്നാൽ വലിയ എമൗണ്ട് അല്ലാതെ ചെറിയ ഷെയർസ് വാങ്ങിയിട്ടുള്ളവരുടെ അടുത്തുനിന്ന് ബൈബാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഓഡ് ലോട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മോഡ്സ് ഓഫ് ബൈബാക്ക്. സോ നമ്മൾ ബൈബാക്കിനെ കുറിച്ച് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സോഴ്സ്, ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ബൈബാക്ക് ചെയ്യാം, ബൈബാക്ക് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടീഷൻസ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ.